ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്നും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ വിമതരായ നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ജനാബ് ഖുർആനക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ചില സത്യങ്ങൾ മനസ്സിലാക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ജനാബ് ഖുർആനയുടെ അട്ടിപ്പേർ അവകാശിയായ തൃപ്പൂണിത്തുറയിലെ ചേട്ടൻ കള്ളനും അനിയൻ കള്ളനും അവരുടെ യഥാർത്ഥ തനിനിറം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത്. ഈ ചേട്ടൻ കള്ളൻ തന്നെ വ്യക്തമായിട്ട് പറയാം. കാരണം ഇവൻ പള്ളിയിൽ നമ്മുടെ രൂപതകളിൽ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇവൻ ജനാബ് ഖുർആനയുടെ വ്യക്തമായത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കുറച്ചു കാലം മുമ്പ് ഇവൻ്റെ ഒരേ ഒരു മകളുടെ കല്യാണം നടന്നത് കോതമംഗലം രൂപതയിൽ വെച്ച് സഭയുടെ അംഗീകൃത ബലിയോടുകൂടി വളരെ ആഘോഷകരമായി നടന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചത് സ്വാഭാവികമായിട്ടും ചെറുക്കൻ്റെ വീട്ടുകാർ ഇതിനോട് എതിർത്തിട്ടുണ്ടാവും. കാരണം അവരുടെ പള്ളിയിൽ നടക്കുന്ന കുർബാന ഏകീകൃതമാണല്ലോ, അങ്ങനെയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അപ്പോഴും ഈ എറണാകുളത്തുള്ള ഇത്രയും ജനത്തെ പറ്റിക്കാൻ പറ്റിയവന് അവൻ്റെ മകളുടെ ഭർതൃഗൃഹത്തിലെ കുറച്ച് പേരെ പോലും പറ്റിക്കാൻ പറ്റിയില്ല. കാരണം അവർ നല്ല തറവാട്ടി പറഞ്ഞവരായിരുന്നു, നല്ല തറവാടികളായതുകൊണ്ട് ഇവൻ്റെ പ്രലോഭനത്തിൽ അവർ വീണില്ല. പക്ഷെ എങ്കിലും നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം അതൊരു വിവാഹമല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു വിമതനായ വൈദികനായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെറിയുടെ ആശാനായ ഒരു വൈദികനാണ്. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില വാക്കുകളാണ് എന്നെ ഈ വീഡിയോ ഇടാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം പറയുകയാണ്, എടാ മോനെ, അവൻ എറണാകുളത്ത് ഏത് പള്ളിയിൽ വെച്ചും ജനാഭിമുഖമായിട്ട് ഈ കുർബാനയോടുകൂടി തന്നെ ഈ വിവാഹം നടത്താമായിരുന്നു. പക്ഷെ അവൻ ഞങ്ങൾ പറയുമ്പോഴൊക്കെ മൗനം പാലിച്ചു. അപ്പോൾ അതിന് കാരണം എന്താണ് അച്ഛൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറയാണ്, അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ഏതൊരു അപ്പനും അവൻ്റെ ഒരേ ഒരു മോളുടെ അല്ലെങ്കിൽ മകൻ്റെ വിവാഹമെന്ന കൂതാശ സഭയുടെ അംഗീകൃത കുർബാനയോട് നടത്തിയാൽ മാത്രമേ അത് ആശീർവദിക്കപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അവനറിയാം, വ്യക്തമായിട്ടറിയാം. സഭയുടെ ഔദ്യോഗിക കുർബാന ഇല്ലാതെ ആശീർവദിക്കപ്പെട്ടാൽ അതൊരു കൂതാശയാകില്ലെന്നും അവനറിയാം. അതുകൊണ്ട് ഞങ്ങളിൽ നിന്നെല്ലാം മൗനം പാലിച്ച് അവൻ വളരെ ആഘോഷപൂർവ്വം അവൻ്റെ ഏക മകളുടെ കല്യാണം ഏകീകൃത കുർബാനയോടുകൂടി ആശീർവദിപ്പിച്ചു. അതാണ് അതിൻ്റെ സത്യം. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഈ സമയത്ത്. കാരണം സഭയുടെ ഇല്ലിസിറ്റ് കുർബാന മാത്രം ചൊല്ലിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് പല കൂതാശകളും നടത്തി ഈ ഇല്ലിസിറ്റ് കുർബാനയിൽ കൂടെ തന്നെ നടത്തിക്കണം എന്ന് വാശി പിടിക്കുന്ന ഇവൻ്റെ സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ മറുകണ്ഠം ചാടി. കാരണം സ്വന്തം മകളുടെ കുർബാന അവന് ഏകീകൃതം മതി, അവനവിടെ ജനാഭിമുഖം വേണ്ട. അപ്പോൾ ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ഈ മനുഷ്യൻ്റെ പുറകെയാണ് നിങ്ങൾ ഇല്ലിസിറ്റ് കുർബാനയ്ക്ക് വാശി പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കഷ്ടതയും ലജ്ജയും തോന്നുകയാണ്. ഇനിയെങ്കിലും പ്രിയ സഹോദരരെ, ഇവനെപ്പോലത്തെ പെരുങ്കള്ളന്മാരിൽ നിന്നും മുക്തി തേടി നമ്മുടെ സഭയോട് ചേർന്ന് സഭയുടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.